സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാളം സിനിമയിൽ ഏറ്റവും കൂടുതൽ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്ത നടൻ മമ്മൂട്ടിയായിരിക്കും. ലാൽ ജോസ്, അൻവർ റഷീദ്, ആഷിഖ് കപൂർ, അമൽ നീരദ് തുടങ്ങി ആ നിര അങ്ങനെ നീളും. ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളത്തിലെ മുൻനിര സംവിധായകരുടെ പട്ടികയിൽ ഇടം നേടിയ സംവിധായകനാണ് രഞ്ജിത്ത് ശങ്കർ. ആദ്യ ചിത്രത്തിൽ നായകൻ മമ്മൂട്ടി അല്ലായിരുന്നെങ്കിലും അദ്ദേഹം ആദ്യമായി ഒരു തിരക്കഥയുമായി സമീപിക്കുന്നത് മമ്മൂട്ടിയെയാണ്. അതിനെക്കുറിച്ച് രഞ്ജിത്ത് ശങ്കർ പറയുന്നത് ഇങ്ങനെ: പാസഞ്ചറിൻ്റെ കഥ മമ്മൂട്ടിയോട് പറയാൻ പളുങ്കിൻ്റെ ലൊക്കേഷനിൽ പോയത് മറക്കാൻ പറ്റില്ല. 15 മിനിറ്റാണ് അനുവദിച്ച സമയം. ആദ്യമായാണ് ഞാനൊരു ഷൂട്ടിംഗ് നേരിട്ട് കാണുന്നത്. രാവിലെ തൊട്ട് കാത്തുനിന്ന് രാത്രി 8 മണിക്കാണ് അദ്ദേഹത്തെ കാണാൻ വിളിച്ചത്. കഥ കേട്ട് അദ്ദേഹത്തിന് ഇഷ്ടമായി. ആര് സംവിധാനം ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ലോകത്ത് ഒരാൾക്ക് ഈ സിനിമ സംവിധാനം ചെയ്യാൻ പറ്റൂ, എനിക്ക് മാത്രം. മമ്മൂക്ക പൊട്ടിച്ചിരിച്ചു. അദ്ദേഹം പിന്നെ ബ്ലസ്സിയോടും മറ്റും പറഞ്ഞു, ഈ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ നല്ലൊരു കഥയുണ്ട്, അത് സംവിധാനം ചെയ്യാനുള്ള ആത്മവിശ്വാസവുമുണ്ട്. ഇനി വേണ്ടത് പരിചയമാണ്, അതുണ്ടാകാൻ അവസരം ഒരുക്കി കൊടുക്കണം. ആ വാക്കുകളാണ് എനിക്ക് മുന്നോട്ട് പോകാൻ ധൈര്യം തന്നത്, രഞ്ജിത്ത് ശങ്കർ പറയുന്നു. ഒരിക്കൽ മമ്മൂട്ടിയോട് അഭിനയം നിർത്തുന്നതിനെക്കുറിച്ചുള്ള സംവിധായകൻ രഞ്ജിത്തിൻ്റെ ചോദ്യത്തിന് മമ്മൂട്ടിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഒരു കൂട്ടം ചെറുപ്പക്കാർ സിനിമാ മോഹത്തോടെ അവരുടെ സിനിമയുമായി എന്നെ സമീപിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ആ നല്ല സിനിമകളെ തള്ളിക്കളയുന്നത്? സിനിമയെന്ന അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞാനൊരു നിമിത്തമാകുമ്പോൾ കിട്ടുന്ന സന്തോഷമല്ലേ ഏറ്റവും വലുത് എന്നായിരുന്നു മമ്മൂട്ടിയുടെ മറുപടി. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.